നമസ്കാരം. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ടീകോം ഒഴിവാകുമ്പോൾ ആ സ്ഥലം ഇൻഫോ പാർക്കിന് കൈമാറും. അതിനുശേഷം അവിടെ കെട്ടിടങ്ങൾ പണി IT കമ്പനികൾക്കും കൈമാറും. ഇതിനിടെ ഊരാളുങ്കൽ പോലുള്ള സ്ഥാപനങ്ങളെ നിർമ്മാണ പങ്കാളികളായി നിശ്ചയിക്കും. അതിനിടയിലാണ് കരാർ വ്യവസ്ഥ പാലിക്കാതെ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോം ഒഴിയുമ്പോഴും സർക്കാർ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചത് കരാറിന് വിരുദ്ധമെന്ന വാദം ചർച്ചയാകുന്നത്. ഇതിനു പിന്നിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ഉണ്ടെന്ന സംശയവും ശക്തമാണ്. കരാർ ലംഘനമുണ്ടായാൽ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥയുണ്ട്, എന്നിട്ടും അത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് തീരുമാനത്തിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തുന്നത്. സർക്കാർ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായാൽ മാത്രമേ ടീകോമിന് നഷ്ടപരിഹാരം നൽകേണ്ടതുള്ളൂ. സ്മാർട്ട് സിറ്റി സംയുക്ത സംരംഭത്തിൽ നിന്ന് ദുബായ് ടീകോം ഇൻവെസ്റ്റ്മെന്റ്സിനെ ഒഴിവാക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം കരാറിലില്ലാത്തത് എന്നതാണ് വസ്തുത. പദ്ധതി പരാജയപ്പെട്ടാൽ കരാർ പ്രകാരം സർക്കാരിന് ടീകോമാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള സർക്കാർ നീക്കത്തിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷവും രംഗത്ത് വന്നിട്ടുണ്ട്. ടീകോമുമായി കരാറുണ്ടാക്കി 13 വർഷം കഴിഞ്ഞിട്ടും പദ്ധതിക്ക് കാര്യമായ പുരോഗതി ഉണ്ടായില്ല. 10 വർഷത്തിനകം 90,000 തൊഴിലവസരങ്ങളും 8.8 ദശലക്ഷം ചതുരശ്ര അടി IT ഇതര സ്ഥലമെന്ന വ്യവസ്ഥയും പാലിക്കാത്തതിനാൽ ടീകോം വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നത് വ്യക്തം. പ്രത്യേക സാമ്പത്തിക മേഖലയുടെ വിജ്ഞാപനത്തിലോ സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിലോ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിലോ വീഴ്ച വന്നെങ്കിൽ മാത്രമാണ് സർക്കാർ ടീകോമിന് നഷ്ടപരിഹാരം നൽകേണ്ടത്. ഇത്തരമൊരു പരാതി നാളിതുവരെ ടീകോം ഉന്നയിച്ചിട്ടില്ല. സർക്കാർ വ്യവസ്ഥ ലംഘിച്ചാൽ ടീകോമിന് സ്മാർട്ട് സിറ്റി പദ്ധതി ഉപേക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ടീകോമിൻ്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഓഹരി സർക്കാർ ഏറ്റെടുക്കണമെന്നതാണ് കരാർ വ്യവസ്ഥ. ഇതിനൊപ്പം സർക്കാരിൻ്റെ കൈവശമുള്ള മുഴുവൻ ഓഹരിയും ടീകോമിനും ഏറ്റെടുക്കാം. ഇതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് സ്വതന്ത്ര വാല്യുവേറ്റർ ആയിരിക്കും. തുടർന്ന് പദ്ധതിയുടെ പ്രത്യേക ഉദ്ദേശ കമ്പനിയുടെ ആസ്തിയിൽ സർക്കാരിന് അവകാശമുണ്ടാകില്ല. കമ്പനി അതുവരെ ചെലവഴിച്ച തുക സർക്കാരിൽ നിന്ന് ഈടാക്കാം. ഇത് കണക്കാക്കുന്നത് ടീകോമും സർക്കാരും ചേർന്ന് നിയോഗിക്കുന്ന സ്വതന്ത്ര ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനമാകും എന്നതാണ് കരാർ വ്യവസ്ഥ. ഇവിടെ ഈ കരാർ ലംഘനമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ടീകോമിന് മാത്രമാണ് കരാർ ലംഘനത്തിൻ്റെ ഉത്തരവാദിത്വം. ടീകോം വ്യവസ്ഥ ലംഘിച്ചാൽ ആദ്യം നോട്ടീസ് നൽകണം. 6 മാസം കഴിഞ്ഞിട്ട് വീഴ്ച ആവർത്തിച്ചാൽ ടീകോമിനുള്ള പാട്ടം അവസാനിപ്പിച്ച് മുഴുവൻ ഓഹരിയും സർക്കാരിന് വാങ്ങാം. സർക്കാർ നൽകിയ ഭൂമിയുടെ മൂല്യം 91.52 കോടിയായി കണക്കാക്കാം. ഈ സാഹചര്യത്തിൽ പ്രത്യേക ഉദ്ദേശ കമ്പനിയുടെ ആസ്തിക്ക് മേൽ ടീകോമിന് അവകാശമുണ്ടാകില്ല. സർക്കാർ ഇതിനായി ചെലവഴിച്ച തുക എത്രയെന്ന് കണക്കാക്കി ടീകോമിൽ നിന്ന് ഈടാക്കാം. ടീകോമും സർക്കാരും സംയുക്തമായി നിയോഗിക്കുന്ന സ്വതന്ത്ര ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനമാകും തുക എത്ര എന്നത് തീരുമാനിക്കുക എന്നതാണ് ചട്ടം. എന്നാൽ ഇതൊന്നുമല്ല നടക്കുന്നത്. സമിതിയുടെ രൂപീകരണവും വിവാദത്തിലായി. സ്വതന്ത്ര ഇവാലുവേറ്ററുടെ നിയമനത്തിനായിട്ടുള്ള ശുപാർശകൾ നൽകാൻ സർക്കാർ നിയോഗിച്ച സമിതിയിൽ ടീകോം മുൻ MD ബാബു ജോർജിനെയും ഉൾപ്പെടുത്തിയത് വിവാദമായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം സർക്കാർ തുടക്കമിട്ട ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ഹോൾഡിംഗ്സ് ലിമിറ്റഡിന്റെ MD ആണ്. IT മിഷൻ ഡയറക്ടർ, കൊച്ചി ഇൻഫോ പാർക്ക് CEO എന്നിവരാണ് മറ്റംഗങ്ങൾ. ബാബു ജോർജിനെ ഉൾപ്പെടുത്തിയത് ടീകോം താൽപര്യ സംരക്ഷണത്തിനാണെന്ന വാദവും സജീവമാണ്. പദ്ധതിയിൽ വീഴ്ച വരുത്തുന്നവരാണ് കരാർ പ്രകാരം നഷ്ടപരിഹാരം നൽകേണ്ടത്. ടീകോമിനാണ് വീഴ്ചയുണ്ടായതെന്ന് കണ്ടെത്തിയെങ്കിലും അവർക്ക് നഷ്ടപരിഹാരം നൽകി പറഞ്ഞുവിടാനുള്ള സർക്കാർ നീക്കമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ടീകോം 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കണമെന്നും 90,000 തൊഴിൽ നൽകണമെന്നതുമാണ് കരാർ വ്യവസ്ഥ. എന്നാൽ 13 വർഷം കഴിഞ്ഞിട്ടും 6.5 ലക്ഷം ചതുരശ്ര അടി കെട്ടിടമേ നിർമ്മിക്കാൻ കഴിഞ്ഞുള്ളൂ. കാര്യമായ നിക്ഷേപം ആകർഷിക്കാനും കഴിഞ്ഞില്ല. പങ്കാളിത്ത കമ്പനിക്ക് വീഴ്ചയുണ്ടായാൽ നോട്ടീസ് നൽകി കരാർ റദ്ദാക്കേണ്ടത് സർക്കാരാണ്. എന്നിട്ടും അനാസ്ഥ തുടർന്നാൽ കമ്പനിയുടെ ഓഹരികൾ തിരിച്ചെടുക്കാൻ കരാർ പ്രകാരം സർക്കാരിന് കഴിയും. എന്നാൽ സർക്കാരാകട്ടെ ഇവാലുവേറ്ററെ നിയോഗിച്ച ടീകോമിനുണ്ടായ നഷ്ടം കണക്കാക്കാനുള്ള നീക്കത്തിലാണ്. സ്മാർട്ട് സിറ്റിയുടെ തുടക്കക്കാരൻ ഉമ്മൻചാണ്ടിയാണ്. മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി നടത്തിയ നീക്കം CPM വിമർശിച്ചു. പിന്നീട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. പുതിയ വ്യവസ്ഥകളുമായി സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നു. ഇത്തരമൊരു പദ്ധതിയാണ് നിലവിലെ പിണറായി സർക്കാർ പ്രതിസന്ധിയിലാക്കുന്നത്. ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നതിന് പകരം അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന വാദമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യ കരാർ ഒപ്പുവെച്ചത്. എന്നാൽ VS സർക്കാരിൻ്റെ 1ാം വാർഷിക ദിനത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി ടീകോമുമായി വീണ്ടും കരാർ ഒപ്പിട്ടു. അതിൽ ടീകോമിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥയില്ലായിരുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വീഴ്ചയുണ്ടായാൽ സംസ്ഥാന സർക്കാരിനെതിരെ നടപടിക്ക് മാത്രമാണ് വ്യവസ്ഥയെന്ന് 2014 CAG റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിരുന്നു. കരാറിലെ പഴുതുകൾ പദ്ധതി അനന്തമായി വൈകിപ്പിക്കാൻ കമ്പനിക്ക് സഹായകമായെന്നും CAG റിപ്പോർട്ട് വ്യക്തമാക്കി. ഇതേ പഴുതുകളാണ് ഇപ്പോൾ നഷ്ടപരിഹാര ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന മറുവാദവും ശക്തമാണ്.